സംസ്ഥാന കേരളോത്സവത്തിലും നിരവധി അഖില കേരള നാടകോത്സവങ്ങളിലും മികച്ച നാടകത്തിനുള്ള ഒന്നാം സ്ഥാനം നേടിയ കല്യാണ സൗഗന്ധികം നാടകത്തിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. മാങ്ങാട്ടിടം പഞ്ചായത്തിലെ വോയിസ് ഓഫ് കിരാച്ചി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 1999-2000 കാലഘട്ടത്തിലാണ് കല്യാണ സൗഗന്ധികം നാടകം തുടങ്ങിയത്. 2000 ജനുവരി 3-ന് എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന സംസ്ഥാന കേരളോത്സവത്തിലാണ് സംസ്ഥാനത്തെ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം കല്യാണ സൗഗന്ധികം നേടിയത്. കൂടാതെ പെർളശ്ശേരി AKG നാടകോത്സവം, അരോളി ശാന്തിപ്രഭ നാടകോത്സവം തുടങ്ങിയ നിരവധി മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട്. ദേശീയ അധ്യാപക ജേതാവ് ഷിനിത്ത് പാട്യം 25ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ആഘോഷത്തിൽ ഒരു നാടകത്തിന്റെ വലിയ പശ്ചാത്തലമുള്ള കിരാച്ചി പോലുള്ള ഒരു പ്രദേശത്ത് 25 വർഷത്തിനിടയിൽ എന്തുകൊണ്ട് മറ്റൊരു നാടകം ഉണ്ടായില്ല എന്നുള്ള ഒരു വിശകലനം, അല്ലെങ്കിൽ ഒരു നാടകം ഇനി എന്തുകൊണ്ടായിക്കൂടാ, പ്രത്യേകിച്ച് ബിജു കൂടാളിയെ പോലുള്ള, പ്രകാശൻ തൈക്കണ്ടിയെ പോലുള്ള നാടകക്കാരുള്ള ഈ ഒരു ദേശത്ത് മറ്റൊരു നാടകത്തിനെ കുറിച്ച് പുതിയ കാലത്തുള്ള യുവതയ്ക്കും പുതിയ കാലത്തുള്ള വിദ്യാർത്ഥികൾക്കും പുതിയ കാലത്തുള്ള തലമുറയ്ക്കും നാടകത്തിനെ പരിചയപ്പെടുത്താനും നാടകം ഉണ്ടാക്കുന്ന കൂട്ടായ്മയെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടി ഒരു പുതിയ നാടകം എങ്ങനെ നമുക്ക് ആരംഭിക്കാം എന്നതിന്റെ ഒരു ആലോചന നടക്കുന്നതിന് വേണ്ടിയും നമുക്ക് ഈ ഒരു 25ാം വാർഷികം, ഈ ഒരു നാടകത്തിന്റെ 25ാം വാർഷികത്തിനെ കാണാൻ സാധിക്കും. നാടകത്തിന്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ചവർ ഒത്തുചേരുകയും ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്തു. നാടകത്തിലെ അഭിനേതാക്കളായ ബിജു കൂടാളി, പ്രകാശൻ തൈക്കണ്ടി, പ്രദീപൻ തൈക്കണ്ടി, സി മഹേഷ്, സി രാകേഷ്, പ്രജിത്ത് പിലാച്ചേരി, സജീവൻ കക്കറ, കെ ബിജു, സംവിധായകൻ CP രാജൻ, സംഗീത സംവിധായകൻ പവി കോയ്യോട് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. സീരിയൽ താരം സുർജിത് പുരോഹിത് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിശ്വസിക്കുന്നത് അത് സംഘബോധത്തിന്റെയും പൗരാവലിയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ ഒരു പ്രതീകം കൂടിയാണ്. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് പിറകിൽ നാടകത്തിന്റെ സാന്നിധ്യങ്ങളുണ്ട്. നാടകം പറയാത്തതൊന്നും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. 1929 VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു നാടകം, നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും എന്താ പറയാ വെളിച്ചം വീശിയിട്ടുള്ള ആ നാടകം കാണാൻ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. നാടക പ്രവർത്തകൻ A പവിത്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. സംവിധായകൻ CP രാജൻ, സംഗീത സംവിധായകൻ പവി കോയ്യോട്, A കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി V ശ്രീകാന്ത് സ്വാഗതവും ബിജു കൂടാളി നന്ദിയും പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമായി സ്നേഹസദ്യയും ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ രാമക്കാട്ടിലെത്തി രാമൻ നമ്പൂതിരി ആക്ഷേപഹാസ്യ നാടകം ഞാനും പവിയെല്ലാം പോയിട്ട് വിളക്കോട്ട് വരുന്ന് കളിക്കൽ തുടങ്ങി. കഷ്ടം പൊന്തിച്ച് നമ്മുടെ നടന്മാരങ്ങനെ തിമിർത്താടുമ്പത കുപ്പി കൊണ്ടേറി അത് തേച്ചും കളിച്ചിനാന്ന് ഞാളെ കൊല്ലു. കാരണം ഹിന്ദു വർഗീയതയെ അത്രയും അതിൽ പരാമർശിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അത് തേച്ചും കളിച്ചിട്ടില്ല. കട്ടെല്ലാം താത്തി ജീപ്പിൻ്റെ പൈസയും വാങ്ങി നമ്മളിങ്ങ് പോന്നു. പിന്നെ ഞാൻ പിന്നീട് കുറച്ച് ഇപ്പം അടുത്ത് ചെറുവാഞ്ചേരിയിൽ കറുപ്പ് എന്നുള്ള ഒരു സാമൂഹ്യ നാടകം പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുസ്ലിം വർഗീയതയാണ് അതിൻ്റെ വിഷയം. അത് പിന്നെ അത് സ്റ്റേജിലൊന്നും കളിച്ചില്ല. അതൊരു AKG കലാ സാംസ്കാരിക വേദിക്കായിരുന്നു. അവർ സ്റ്റേജ് പിടിക്കാത്തതുകൊണ്ടായിരിക്കാം അത് പിന്നെ കളിക്കാം. പിന്നെ ഞാൻ മത്സര നാടകത്തിൽ നിന്ന് കുറച്ച് പിന്നോട്ട് മാറിയത് നമ്മളെപ്പോലത്തെ ഗ്രാമീണ കലാസമിതികൾക്ക് നാടകം പഠിക്കണമെങ്കിലും കളിക്കണമെങ്കിലും
സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ.